നമസ്കാരം. പാർലമെന്റ് മാർച്ചിനിടെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജന്തർ മന്ദറിൽ സമരത്തിനൊരുങ്ങുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സംഘടിപ്പിച്ച റാലിക്കിടെ പോലീസുകാർ ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിലാണ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ ഡൽഹി പോലീസ് ഫെഡറേഷൻ ഐക്യദാർഢ്യ ധർണയ്ക്ക് അനുമതി തേടിയത്. ജൂലൈ 20-ന് നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭത്തിനിടെ സാമൂഹിക വിരുദ്ധർ കടന്നുകൂടുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. പാറക്കല്ലുകളും മറ്റും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 100-ലധികം ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ചോര വാർന്ന അവസ്ഥയിലും ജീവൻ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഓടേണ്ടി വന്നു. തടയാൻ ലാത്തിചാർജും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചിരുന്നു. ക്രൂരമായി ആക്രമിക്കപ്പെട്ട പോലീസുകാർക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് ജൂലൈ 31-ന് രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ ജന്തർ മന്ദറിൽ പൂർണ്ണമായും സമാധാനപരമായി ധർണ നടത്താൻ അനുമതി തേടി ഫെഡറേഷൻ ഡൽഹി പോലീസ് കമ്മീഷണർ അനുരാഗ് കുമാറിന് കത്തയച്ചു. സാധാരണ ജനങ്ങളുടെ സമരവേദിയായ ജന്തർ മന്ദറിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുന്നത് അസാധാരണ സംഭവ വികാസമാണ്. അതേസമയം ജൂലൈ 20-ലെ പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതിയിൽ നിന്നും ശക്തമായ നിരീക്ഷണങ്ങളുണ്ടായി. പ്രക്ഷോഭങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസിന് പുതിയ പ്രോട്ടോകോൾ ആവശ്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലീസ് മുൻ നിയമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും നിയമം കയ്യിലെടുത്ത എല്ലാവർക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്നും നിർദ്ദേശിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും നീറ്റ് ക്രമക്കേടുകൾക്കുമെതിരെ രാജ്യവ്യാപകമായി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിലാക്കപ്പെടുകയോ ചെയ്ത 18 വയസ്സിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും മോചിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേരളം, ബീഹാർ, അസം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ചൊവ്വാഴ്ച നോട്ടീസ് അയച്ചിരുന്നു. ഈ വിഷയത്തിൽ തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇടക്കാല നടപടികളുടെ ഭാഗമായി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളോ ബലപ്രയോഗമോ പാടില്ലെന്നും കോടതി വ്യക്തമായ നിർദ്ദേശം നൽകി. പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വ്യക്തതയും പുതിയതുമായ പെരുമാറ്റച്ചട്ടം ആവശ്യമാണെന്നും സുപ്രീം കോടതി അടിവരയിട്ടു പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടി നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടെ നിലവിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും പോലീസ് പാലിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ പൂർണ്ണമായും സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകണമെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കി. അതിക്രമങ്ങൾ കാട്ടിയത് ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉത്തരവാദിത്തം നിശ്ചയിക്കുന്നില്ലെങ്കിൽ അന്വേഷണം കൊണ്ട് മാത്രം കാര്യമുണ്ടാവില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഒരു കമ്മീഷന്റെ നേതൃത്വത്തിൽ സുതാര്യമായി അന്വേഷണം നടത്തുന്നതിന് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്നും ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗരേഖ രൂപീകരിക്കാൻ ഇത് സഹായിക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തു. ജൂലൈ 20-ന് ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തുനിന്നും CJP നയിച്ച വലിയ സംഘം വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചതോടെയാണ് ഡൽഹിയിലെ പ്രകടനങ്ങൾ അക്രമാസക്തമായത്.